ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 27 ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ഏറെ നീണ്ട ഒരു അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ മാർക്കറ്റിലേക്ക് വരികയാണ്. വിപണിയിലേക്ക് വന്നാൽ മാർക്കറ്റ് 4 മാസത്തിനിടയിലെ ഏറ്റവും മോശം ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച മാത്രം നിഫ്റ്റി ഇടിഞ്ഞത് 2.5%. വിപണി ഇത്രയധികം ഇടിയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് ആഗോള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും Q3 റിസൾട്ടുകൾ ഇന്ത്യയിൽ നിന്നും പുറത്തു വന്നത് മിക്സഡ് ആയതും കൂടാതെ ഡോളറിനെതിരെ രൂപയുടെ ശക്തമായിട്ടുള്ള ഇടിവും ഇതൊക്കെയാണ് ഇപ്പോൾ വിപണിയിൽ ഒരു ഇടിവ് സംഭവിക്കാനുള്ള കാരണങ്ങളായി കാണാൻ കഴിയുന്നത്. ഇനി ഈ 3 ദിവസമായി നടന്ന ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി ഈ കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2 ബില്യൺ ആളുകൾ ഉൾപ്പെടുന്ന $27 ട്രില്യൺ മൂല്യമുള്ള ഒരു വലിയ സ്വതന്ത്ര വ്യാപാര കരാറായിരിക്കും ഇത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള 90% വ്യാപാരത്തിൽ താരിഫ് 0 അല്ലെങ്കിൽ വളരെ കുറഞ്ഞ താരിഫായിരിക്കും ഏർപ്പെടുത്തുക. ഇന്ത്യക്ക് നേട്ടം വരുന്ന മേഖലകളായി കാണാൻ കഴിയുന്നത് ടെക്സ്റ്റൈൽസ്, ഗാർമെന്റ്സ്, ലെതർ, ജെംസ് ആൻഡ് ജ്വല്ലറി, സർവീസ് സെക്ടർ, അതായത് ജോലി, യാത്ര തുടങ്ങിയ സെക്ടറുകൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി കൃഷി, ഡയറി തുടങ്ങിയ മേഖലകൾ ഈ കരാറിൽ ഉൾപ്പെടുന്നില്ല. ഇനി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് കാറുകൾ, വൈനുകൾ തുടങ്ങിയവയൊക്കെ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ നോക്കാം. ഇനി ഇതേ വാർത്ത ഇന്ത്യൻ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. യൂറോപ്യൻ യൂണിയൻ കാറുകൾക്ക് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് താരിഫിൽ വലിയ തോതിൽ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് 70 മുതൽ 110% നികുതിയാണ് ഈടാക്കുന്നത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഈ നികുതി 40% ഉടൻ തന്നെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് 10% വരെ കൂടി കുറയ്ക്കാനും ഇപ്പോൾ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഇനി ഈ ആനുകൂല്യം ലഭിക്കുക 15,000 യൂറോയ്ക്ക് മുകളിൽ വരുന്ന കാറുകൾക്കായിരിക്കും. വർഷം തോറും 2 ലക്ഷം കാറുകൾക്ക് ഈ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ കാർ കമ്പനികളായിട്ടുള്ള വോൾക്സ് വാഗൻ, മെഴ്സിഡസ് ബെൻസ്, BMW, റിനോൾട്ട് തുടങ്ങിയ കമ്പനികൾക്ക് നേട്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇപ്പോൾ ഇളവ് ലഭിച്ചിട്ടില്ല. ഇനി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇളവില്ല. EV കാറുകൾക്ക് ആദ്യ 5 വർഷം ഡ്യൂട്ടി ഇളവ് ഉണ്ടാകുന്നതല്ല. ഏതായാലും നമുക്കറിയേണ്ടത് ഇന്ത്യയിലെ ഓട്ടോ സെക്ടറിനെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതികൾ എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് തന്നെയാണ്. പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള മെഴ്സിഡസ് ബെൻസ്, BMW, വോൾക്സ് വാഗൻ തുടങ്ങിയ ബ്രാൻഡുകൾക്ക് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും എളുപ്പത്തിൽ എൻട്രി ലഭിക്കും. അതായത് ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ളത് പ്രീമിയം കാർ സെഗ്മെന്റുകളിലായിരിക്കും. ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സിൽ ഒരു പ്രഷർ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷേ മാസ് മാർക്കറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള മാരുതി, ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയവയ്ക്ക് ലിമിറ്റഡ് ഇമ്പാക്റ്റിനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അവരുടെ മിഡ് പ്രീമിയം സെഗ്മെന്റുകളിൽ ഒരു പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇന്ത്യൻ ഓട്ടോ സെക്ടറിലുള്ള EV വാഹനങ്ങൾക്ക് ഇപ്പോഴും പോസിറ്റീവായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം യൂറോപ്യൻ യൂണിയനിലെ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് അടുത്ത 5 വർഷത്തിന് ശേഷം മാത്രമാണ് ഇളവുണ്ടായിരിക്കുകയുള്ളൂ. ഇനി ഓട്ടോ കോമ്പണന്റ് കമ്പനീസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഏതൊക്കെ കമ്പനികളെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത പ്രഷർ ഉണ്ടാക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ധാരാളം പ്രീമിയം സെഗ്മെന്റിലുള്ള കാറുകൾ നല്ല മൂവിംഗ് ആണ്, പ്രത്യേകിച്ച് ഹാരിയർ, സഫാരി തുടങ്ങിയ ബ്രാൻഡുകൾ. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ചെറിയ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മൈൽഡ്ലി ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മാരുതി സുസുക്കിയെ സംബന്ധിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇനി ടാറ്റ മോട്ടോഴ്സിന്റെ EV ബിസിനസ് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന് അതൊരു പോസിറ്റീവ് സൈഡ് നൽകാനുമുള്ള സാധ്യതയുണ്ട്. ഇനി ഓട്ടോ ആക്സിലറീസിനെ സംബന്ധിച്ച്, അതായത് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ മദർസൺ സുമി, സോന BMW, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുമുള്ള ഒരു വാർത്തയാണ്. ഈ കമ്പനികളുടെ പേരൊന്നും റെക്കമെൻഡേഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഏതായാലും ഇന്ന് ഓട്ടോ സെക്ടറിൽ ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇന്ത്യയുടെ കസ്റ്റംസ് ഡ്യൂട്ടി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരിഫ് കുറയ്ക്കുക, നിയമങ്ങൾ ലളിതമാക്കുക, ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂട്ടുക എന്നിവയാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ.
ഇന്ത്യ ഓരോ വർഷവും $700 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇത് രാജ്യത്തിൻ്റെ GDPയുടെ ഏകദേശം 1/5. ഏതായാലും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വലിയ ഇളവുകൾ വരാനുള്ള സാധ്യതകളാണ് ഇത്തവണത്തെ യൂണിയൻ ബഡ്ജറ്റിൽ കാണുന്നത്. ഏതായാലും യൂണിയൻ ബഡ്ജറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇനി വരുന്ന സെഷനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെയും US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതോടെ S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് മാഗ്നിഫിസൻറ്റ് 7 കമ്പനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള 7 കമ്പനികളുടെ റിസൾട്ട് ഈ ആഴ്ചയാണ് US-ൽ നിന്നും പുറത്തു വരുന്നത്. കൂടാതെ US-ൽ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഈ വരുന്ന 27-28 തീയതികളിലാണ് നടക്കാനിരിക്കുന്നത്. അതായത് ഇന്നും നാളെയുമായിട്ടാണ് US-ൽ ഫെഡ് മീറ്റ് നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. ഇനി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 1.5% മുകളിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.16% ഉയർന്നു. HDFC ബാങ്ക് 0.28% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.17% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.69% ഉയർന്നു. ഇനി യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.79% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.69% നേട്ടത്തിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,157 എന്ന നിലയിൽ 67 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 80 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. പക്ഷേ വിപണിയിൽ കനത്ത സെല്ലിംഗ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നേട്ടം നമുക്ക് നിലനിർത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഗോൾഡ് പ്രൈസുകൾ റെക്കോർഡ് നിലവാരത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,19,320 എന്ന റെക്കോർഡ് നിലയിലെത്തിയിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2.5% നേട്ടത്തിൽ $88,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വെള്ളിയാഴ്ച 2% നേട്ടത്തിൽ ക്ലോസ് ചെയ്ത ബ്രണ്ട് WTI ഫ്യൂച്ചേഴ്സ് ഇന്നലെ ചെറിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ചില അപ്ഡേറ്റുകൾ നോക്കാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. ബഡ്ജറ്റിന് മുന്നോടിയായി നമുക്ക് നല്ലൊരു റാലി ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു റിക്കവറി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലെല്ലാം ലഭിക്കും. അത്തരത്തിൽ കൂടുതലായിട്ട് നമ്മുടെ സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബിഗിനേഴ്സിന് ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ധാരാളം യൂട്യൂബ് വീഡിയോസ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി AI പ്രോംപ്റ്റ് അടക്കമുള്ള വീഡിയോസും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ആദിത്യ വിഷൻ, ബിക്കാജി ഫുഡ്, CG പവർ, വോഡാഫോൺ ഐഡിയ, ഇന്റർനാഷണൽ ജിയോമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, മാരിക്കോ, മോത്തിലാൽ ഓഷ്വാൾ, നെസ്കോ, റെയ്മണ്ട്, സ്പന്ദന സ്പോട്ടിഫൈ, വിശാൽ മെഗാമാർട്ട്, വർക്ക് ഇന്ത്യ തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q3 റിസൾട്ടുകൾ നോക്കാം. ആദ്യം ആക്സിസ് ബാങ്ക്. നെറ്റ് പ്രോഫിറ്റിൽ 3% വർധനവാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6,489.6 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 4.2% വർധനവും ഗ്രോസ് NPAയിൽ 1.40% ഇടിവുമാണ് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്ത കൊഡാക് മഹീന്ദ്ര ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.3% വർധനവ് വന്നു. 3,446.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5.1% വർധനവ് വന്നു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 2% വർധനവും രേഖപ്പെടുത്തി.
ഗ്രോസ് NPA 1.3% ഇടിവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി അൾട്രാടെക് സിമന്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 26.8% വർധനമാണ് വന്നിരിക്കുന്നത്. 1729.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.8% വർധനവ് ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തി. 21,829.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജിയാണ്. പ്രോഫിറ്റിൽ 0.1% വർധനവ് മാത്രം രേഖപ്പെടുത്തി. 197.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.7% വർധനവും വന്നിരിക്കുന്നു. അടുത്തതായി JSW എനർജി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 150.2% വർധനവ് വന്നു. 419.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 67.4% വർധനവ് രേഖപ്പെടുത്തി. 4081.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ്. നെറ്റ് പ്രോഫിറ്റിൽ 88.9% വലിയ വർധനമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 7188.4 കോടി രൂപയിലാണ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 5.2% വർധനവ് വന്നു. 1.19 ലക്ഷം കോടി രൂപയിലാണ് റവന്യൂ രേഖപ്പെടുത്തിയത്. അടുത്തത് നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 0.8% വർധനവ് വന്നു. 253.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.8% വർധനവ് 1104.2 കോടി രൂപയിലാണ് റവന്യൂ രേഖപ്പെടുത്തിയത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS വെള്ളിയാഴ്ച 4113 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 4102.56 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇനി ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 25,049 241 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർട്ട് പരിശോധിക്കുമ്പോൾ വീണ്ടും വീക്ക്നെസ് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച 200 ഡേ EMIക്ക് താഴെയായിട്ട് ക്ലോസ് ചെയ്തു. മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് ലൈനിന് താഴെയായിട്ടുമാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് മുൻപ് പലതവണയും സപ്പോർട്ട് എടുത്തിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നാണ് നിഫ്റ്റി ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നത്, ഡൗൺ ആയിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഡോജി ക്യാൻഡിലാണ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. ഈ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് 24,919 ആണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്ന ഒരു ലെവൽ 24,445 ആണ്. 2025 സെപ്റ്റംബർ മാസത്തെ സ്വിംഗ് ലോ ആയിട്ട് വരുന്നതും ഈ ഒരു ലെവൽ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സോണും കൂടാതെ അപ്സൈഡിൽ ഇപ്പോൾ 200 ഡേ EMIക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ലെവലിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 അടുത്തായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,473 727 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 1.23% ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോണിന് താഴെയായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 56,120